Hi friends, welcome to English Mithra. ഇന്നത്തെ വീഡിയോ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. അപ്പോൾ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളൊരു 6 സെൻറ്റൻസസോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിൽ ഫസ്റ്റ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയി, അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് നമ്മളോട് ചോദിക്കുകയാണ് ഹൗ കെൻ ഐ ഹെൽപ്പ് യു, അല്ലെങ്കിൽ എന്താണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ലേ നമ്മളൊരു ഷർട്ട് നോക്കാൻ വന്നതാണ്, അല്ലെങ്കിൽ ഇന്നൊരു ഡ്രസ്സ് നോക്കാൻ വന്നതാണ് എന്ന് നമ്മൾ പറയില്ലേ. ഇതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഐ എം ലുക്കിംഗ് ഫോർ എ ഷർട്ട് എന്ന് പറയാം. ഓക്കെ, ഐ എം ലുക്കിംഗ് ഫോർ എ ഷർട്ട് അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ എ ഡ്രസ്സ്. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് എന്ന് പറയുന്നത് ഐ എം ലുക്കിംഗ് ഫോർ എന്നുള്ളതാണ്. ഐ എം ലുക്കിംഗ് ഫോർ സംതിങ് എന്ന് വെച്ചാൽ ഞാൻ അത് നോക്കാനാണെങ്കിൽ അല്ലെങ്കിൽ അത് അന്വേഷിക്കാനാണ് വന്നത് എന്നൊക്കെ എക്സാക്ട്ലി പറയാം, പക്ഷേ യൂസ് ചെയ്യുന്ന ഫ്രേസ് അതാട്ടോ, ഐ എം ലുക്കിംഗ് ഫോർ എ ഷർട്ട്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയാണ് നമ്മൾ ചിലപ്പോൾ ഇന്ന സാധനം മേടിക്കാനായിട്ടായിരിക്കില്ല, ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ടായിരിക്കും പോകുന്നത്, അല്ല ജസ്റ്റ് ഒന്ന് എല്ലാം കണ്ട് നോക്കി അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവരോട് പറയാം ഐ എം ജസ്റ്റ് ലുക്കിംഗ് അറൗണ്ട് അല്ലെങ്കിൽ ഐ എം ജസ്റ്റ് ബ്രൗസിങ് എന്ന് പറയാം. ഓക്കെ, ഐ എം ജസ്റ്റ് ലുക്കിംഗ് അറൗണ്ട് അല്ലെങ്കിൽ ഐ എം ജസ്റ്റ് ബ്രൗസിങ്, അതായത് ഞാൻ വെറുതെ ഒന്ന് നോക്കാനായിട്ട് വന്നതാണ് എന്നുള്ള രീതിക്ക്. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് ആണ്, ഇപ്പം എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രസ്സ് ഇപ്പം നമ്മൾ പറയില്ലേ, അതായത് ആ മുകളിലത്തെ ഷെൽഫിലെ ഡ്രസ്സ് ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിക്കില്ലേ. ഇത് നമുക്കിനി എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം? നമുക്ക് ചോദിക്കാം കെൻ ഐ സി. ഓക്കെ, അതൊരു പൊളൈറ്റ് ആയിട്ടുള്ള ഇതെല്ലാം ഇട്ടാട്ടോ, ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. കെൻ ഐ സീ ദാറ്റ് ഡ്രസ് ഓൺ ദ ടോപ്പ് ഷെൽഫ് എന്ന് ചോദിക്കാം. ഓക്കെ, കെൻ ഐ സീ ദാറ്റ് ഡ്രസ് അല്ലെങ്കിൽ ഷർട്ട്, കെൻ ഐ സീ ദാറ്റ് ഷർട്ട് ഓൺ ദ ടോപ്പ് ഷെൽഫ്, അതായത് മുകളിലത്തെ ഷെൽഫിലെ ആ ഡ്രസ്സ് കാണിക്കുക എന്നുള്ള രീതിക്ക് അത് നമുക്ക് ചോദിക്കാം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, ബ്ലാക്ക് ഷർട്ടിൻ്റെ അടുത്തുള്ള ഷർട്ട് കാണിക്കുമോ, അതായത് ഒരു ഡ്രസ്സിൻ്റെ അടുത്തുള്ള ഡ്രസ്സ് കാണിക്കാമോ എന്ന് ചോദിക്കില്ലേ. ഇതിന് നമുക്ക് കെൻ ഐ സീ ദ വൺ നെക്സ്റ്റ് ടു ദ ബ്ലാക്ക് ഷർട്ട് എന്ന് ചോദിക്കാം. ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ അവിടെ ഏത് കളറാണോ അതിനനുസരിച്ച് കെൻ ഐ സീ ദ വൺ നെക്സ്റ്റ് ടു ദ ബ്ലാക്ക് ഷർട്ട് എന്ന് ചോദിക്കാം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, ഈ ഷർട്ടിൻ്റെ വേറെ കളറുണ്ടോ അല്ലെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ വേറെ കളറുണ്ടോ, ഇതെങ്ങനെ ചോദിക്കാം? നമുക്ക് പല രീതിക്ക് ചോദിക്കാം. അതിൽ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ഡു യു ഹാവ് ദിസ് ഇൻ അനദർ കളർ എന്ന് ചോദിക്കാം, അതായത് ഇത് വേറെ ഏതെങ്കിലും കളറിലുണ്ടോ, ഡു യു ഹാവ് ദിസ് ഇൻ അനദർ കളർ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഡസ് ദിസ് കം ഇൻ അതർ കളേഴ്സ് എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി ഇത് വേറെ കളേഴ്സിൽ വരുന്നുണ്ടോ, ഡസ് ദിസ് കം ഇൻ അതർ കളർ എന്ന് ചോദിക്കാം. ഇനി പിന്നെ നമുക്ക് ചോദിക്കേണ്ടത്, ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു പെർട്ടിക്കുലർ കളറാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം. അതിന് നമുക്ക് ഡു യു ഹാവ് ദിസ് ഷർട്ട് ഇൻ ബ്ലൂ കളർ ഓർ ഡു യു ഹാവ് ദിസ് ഷർട്ട് ഇൻ ബ്ലാക്ക് കളർ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതൊരു 3 രീതിക്ക് നമുക്ക് ആ സെൻറ്റൻസിനെ ചോദിക്കാം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, ഇനി ലെറ്റ്സ് സേ നമ്മളൊരു പെർട്ടിക്കുലർ സൈസാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് എനിക്കിതിൻ്റെ മീഡിയം സൈസാണ് വേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് പറയാം ഐ വോണ്ട് ദിസ് ഇൻ മീഡിയം സൈസ് പ്ലീസ്. ഓക്കെ, ഐ വോണ്ട് ദിസ് ഇൻ അല്ലെങ്കിൽ സ്മോൾ സൈസ് പ്ലീസ്, അങ്ങനെ പറയാം. അടുത്ത സെൻറ്റൻസ് ആണ്, ഇനി നമുക്ക് ചോദിക്കണം ഇതിൻ്റെ ചെറിയ സൈസ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ലേ. ഇതിനെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഡു യു ഹാവ് എ സ്മോളർ സൈസ്. ഓക്കെ, അതായത് ഇതിൻ്റെ ചെറിയ സൈസ് ഉണ്ടോ, ഡു യു ഹാവ് എ സ്മോളർ സൈസ് എന്ന് ചോദിക്കാം. നമ്മുടെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ്, ലെറ്റ്സ് സേ ഇനിയിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡ്രസ്സ് നമ്മൾ കണ്ടു, നമ്മൾ ചോദിക്കുകയാണ് ഇത് നമ്മൾ ഇട്ട് നോക്കിക്കോട്ടെ അല്ലെങ്കിൽ ഇട്ട് നോക്കാമോ, ഇട്ട് നോക്കിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇതിന് നമുക്ക് എങ്ങനെ ചോദിക്കാം? കെൻ ഐ ട്രൈ ഇറ്റ് ഓൺ എന്ന് പറയാം. ട്രൈ ഓൺ എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ ഇട്ട് നോക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, സോ ഇതിന് മുന്നേ നമ്മളൊരു ക്ലോത്ത്സ് റിലേറ്റഡ് വൊക്കാബുലറി ഫ്രേസസ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ട്രൈ ഓൺ എന്ന് വെച്ചാൽ ഇട്ട് നോക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിനെ കെൻ ഐ ട്രൈ ഇറ്റ് ഓൺ എന്ന് പറയാം. സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു പാർട്ട് 2 അല്ലെങ്കിൽ പാർട്ട് 2 ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ നമുക്ക് ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇനി പാർട്ട് 2 ഉൾപ്പെടുത്താൻ ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതും ഉറപ്പായി കമൻറ്റ് ചെയ്യാം. ഇനി അതിന് പുറമെ ഇതല്ലാതെ നമ്മളിവിടെ ഇംഗ്ലീഷ് കോഴ്സസ്, ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഴ്സസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് അതിൽ കോൺടാക്ട് ചെയ്ത് കോഴ്സസ് എല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അണ്ടിൽ ദെൻ, ദിസ് ഇസ് കൃഷ്ണ രമേശ് സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. English Mithra,
Stop worrying, start learning.